ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്ന വേറെ ഒന്നിനുമല്ല. ഇന്നലത്തെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ബാലൻസ് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് മാങ്ങയും തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് കറി വെച്ചാലോ. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മുടെ കൊഞ്ചും തക്കാളിയും കറിവേപ്പിലയും മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വേഗട്ടെ എവിടെ ഇരുന്ന്. ഞാൻ ഇപ്പുറത്തേക്ക് ഒരു ജാറിലേക്ക് തേങ്ങയും 2 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. മാങ്ങയും ചെമ്മീനും വെന്തിട്ടുണ്ടെന്നറിയാൻ ഇളക്കി സ്പൂണോടൊന്ന് കുത്തി പൊട്ടിച്ച് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. കുഴപ്പമില്ല, പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അരപ്പൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെയുള്ള വേവായിക്കോളും. അതുകൊണ്ട് ഞാൻ നമ്മുടെ അരപ്പെടുത്ത് ഒഴിച്ചു കൊടുത്തു. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെമ്മീനിലോട്ടും മാങ്ങയിലേക്കും ഒക്കെ നമ്മുടെ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെച്ചു. അവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ദേ സംഭവം സെറ്റ്. പാകത്തിനുള്ള വേവൊക്കെ ആയിട്ട് പാകത്തിനുള്ള ചാറും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പപ്പടം വറുത്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. കാരണം നമ്മുടെ കറിവേപ്പിലയും കൊല്ലമുളകും കരിഞ്ഞു പോകാൻ പാടില്ല, മൂക്കാനേ പാടുള്ളൂ. കരിഞ്ഞു പോയാൽ കരിഞ്ഞ ചുവ ഉണ്ടാവും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പോകാതിരിക്കാൻ ഏത് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നമ്മുടെ മൂത്തപ്പോൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതേ നമ്മുടെ കറി കണ്ടോ, ആവശ്യത്തിനുള്ള ചാറും ഒക്കെ ആയിട്ട് നല്ല മുളക് പൊടിയൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്ന കണ്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ടാറ്റാ.